ഇതിൽ വരണ്ട വരണ്ടെങ്കിൽ വാ. വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത സാധനം മേടിച്ചു തരാം, ചിൽഡായിട്ട്. ബാ വന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ബാ ചിൽഡായിരിക്കുള്ളൂ, ഭയങ്കര ചിൽഡ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിട്ടാണ് ഡേവിഡേട്ടാ 2 കേഫ് ചിൽഡ് വാങ്ങിച്ചിട്ട് വന്നല്ല. ബാ ബാ സുന്ദരി, വാടി കള്ളി. ഭയങ്കര ചൂടാണ്, 41 ഡിഗ്രി ചൂടായിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങൾ ആലുവയിൽ പോയപ്പോൾ 41 ഡിഗ്രി. ഇന്നിപ്പോൾ വീടിൻ്റെ അകത്ത് അത്രയില്ല. വാ ഓടി വന്നിട്ട് അച്ഛൻ പോണത് മണി 1 വാ. ഇതൊക്കെ ഒരിക്കലേ കിട്ടുള്ളൂ കേട്ടോ, ഇനി കിട്ടില്ല. അച്ഛൻ പറഞ്ഞില്ല കേട്ടില്ലല്ലോ പറഞ്ഞേക്കരുത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ വന്നിട്ടെങ്കിൽ വാ. പിന്നെ മേടിച്ചിട്ട് വരാൻ എന്ത് കാര്യം ഇരിക്കണല്ലേ, മേടിച്ചിട്ട് വരാനായിട്ട്. ഏയ് ഒരു രക്ഷയില്ല. ഞാൻ അച്ഛൻ മേടിച്ചിട്ട് നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് കിട്ടും, അല്ലേ കിട്ടില്ല. ഞാൻ കഴിക്കും, എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് ഞാൻ വീഡിയോ അയച്ചു തരാം. ആസ്വദിച്ചോ. ചിൽഡ് വേണോ? ചിൽഡ് വേണ്ടല്ലോ, തരണ്ട. ഇല്ല തരുന്നില്ല കേട്ടാ. ഓക്കെ ശരി എന്നാ. ഇല്ല 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 ഞാൻ പോണേ. പുള്ളേ നിങ്ങളിന്ന് സ്പൈഡർമാനായാ? അങ്ങനെയൊക്കെ കാണിച്ചു ഇപ്പോണ്ടല്ല. ഒരു തണ്ണിമത്തന്താ നല്ലത്, ഏതാന്ന് വെച്ചാൽ നല്ലതാ. ചുമപ്പ് മതി. എത്രയാണ് കിലോ? 25. നോമ്പ് കാലമായപ്പോഴത്തേക്ക് ഫ്രൂട്ട്സിൻ്റെ ബഹളമാണ്. പേരക്ക, മുന്തിരി, ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാ സാധനവും ഉണ്ട്. കട്ടപ്പ നല്ല ഐസൊക്കെ ഇട്ട് ചിൽഡായിട്ട് കഴിക്കാനുണ്ട്. തണ്ണിമത്തനൂടെ വേറെ യെല്ലോ കളർ. ഈ യെല്ലോ എന്താണ് ടേസ്റ്റ്? തണ്ണിമത്തനാ യെല്ലോ? ആ 40. അല്ല എങ്ങനെയാണ് മധുരമാണ്? വേണ്ട, കഴിച്ച് ചിലിച്ചേക്കണ ഇതല്ലേ, ഇത് മതി. ആണോ? ഇതിലല്ലേ? ആ മതി. ആണോ? ആ ആ ആ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. എടീ സുഗന്ധി, എന്നാ ഫ്രിഡ്ജിൽ വെച്ച് ചിൽഡാക്കി കഴിച്ചോളണം. എന്താണ് ഒരു സൈഡ് വലിവ്? പൊക്കിക്കൊണ്ട് പോവാൻ അങ്ങോട്ട്, പൊക്കിക്കൊണ്ട് അടിയള്ളി. അപ്പോൾ എനിക്ക് കുറച്ച് പുട്ട് മതി. വേണ്ട പുട്ട് മതി. പൊട്ട് ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്ക്. തവിട് പൊടി ആക്കരുത്, ചെല്ല് പൊട്ടിച്ച് കളയരുത്. എന്നാ അയ്യോ പയ്യെ വെക്ക്, പയ്യെ. അയ്യോ ഞങ്ങളുടെ ഫ്രിഡ്ജ് പൊട്ടിപ്പോകും. ആ ബീൻസ് എടുക്ക്, ബീൻസ് സൈഡിലാക്ക്. പയ്യെ വെക്ക്. യെസ്, കൊച്ചിനെ അറിയപ്പോൾ കാര്യങ്ങൾ. ചരിച്ചു വെക്ക്. നടക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾ വാങ്ങിച്ച ചിൽഡ് സാധനം നല്ല കൂടുതൽ ചിൽഡാക്കി ഫ്രിഡ്ജിൽ വെച്ച് നല്ല സൂപ്പറാക്കി. ഈ നോമ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേവറേറ്റ് സാധനമാണ്. മധുരം പോലും ചേർക്കണ്ട, പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല മധുരമുണ്ട്. അരി അപ്പാപ്പക്കൾ കൊടുത്താ?
എന്താ ടേസ്റ്റ്? ഇഷ്ടപ്പെട്ട? ഇവിടെ ഒരു കഷ്ണം കൂടി അച്ചക്കാന്ന്. എന്താ എൻ്റെ ചുമന്നത്? So refreshing.